സെൻഡായി നോക്കൂ. ഇല്ല. അവിനാശ് ഇവിടെ തന്നെയല്ലേ ഉള്ളത്? പോയിട്ടില്ലല്ലോ. അവനെ മുമ്പേ അയച്ചു വിട്ടു മാഡം. ഓ, സർവേലൻസിന് ആരാ പോയിരിക്കുന്നത്? ഞാനാ പോകണ്ട മാഡം. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? വേഗം പോ. ശരി മാഡം, സോറി മാഡം. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ അഗ്നി. സാമിനെ ഇനി ഞങ്ങൾക്ക് അച്ഛൻ വരുമെന്നും പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല. ഇനി ഒരിക്കലും അച്ഛൻ തിരിച്ചു വരില്ല എന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അതുകൊണ്ടാ ഞാൻ നിങ്ങളെ ഇത്രയും തവണ വിളിച്ചത്. തെറ്റായിട്ട് വിചാരിക്കരുതേ. അവൾക്കിഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് സമാധാനമായിട്ട് പറഞ്ഞാൽ മതി. അവൾക്ക് മനസ്സിലാവും. സഖി, ഹായ്. അവിനാശിനെ കുറിച്ച് ചോദിക്കാനാ. അകത്തേക്ക് വരട്ടെ? വരൂ. ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ? അതെ. ശരി, അവിനാശിനെ കുറിച്ച് എന്താ അറിയേണ്ടത്? പറയാം. കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? താങ്ക്സ്. അവിനാശിന്റെ ഡയറി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതെടുക്കാൻ വന്നതാ. എന്റെ വീട്ടിലോ? അതെ, നിങ്ങളുടെ ബെഡ്റൂമിൽ. അവിടെ എവിടെയാണ് ഉണ്ടെന്ന് പറഞ്ഞത്. ബ്രൗൺ കളർ ഡയറി. കിട്ടിയോ? ആ, ഇല്ല, ഞാൻ തേടിക്കൊണ്ടിരിക്കുക. ഇല്ല, ഇവിടെയൊന്നുമില്ലല്ലോ. സ്റ്റേഷനിൽ ഇവിടെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഇറ്റ്സ് ഓക്കെ, കിട്ടിയ എടുത്തു വെച്ചാൽ മതി. സോറി, മറന്നുപോയി. യാ ലുന, ഡയറി കിട്ടി. സഖിയുടെ വീട്ടിലേക്ക് വാ. ഇതെങ്ങനെ ഇവിടെ വന്നതെന്ന് എനിക്കറിയില്ല. അവിനാശ്, ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ ലവേഴ്സ് ആയിരുന്നല്ലേ? വാട്ട്? നിങ്ങൾക്കിടയിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതിൽ എഴുതിയിട്ടുണ്ട്. സോറി, നിങ്ങളുടെ പേഴ്സണൽ ഡയറി. അവനൊരു പാവാണെന്ന് വിചാരിച്ചപ്പോ ആ പീഡോ ഫയലിന്റെ കൂടെ ഞാൻ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വെക്കാനോ? അവിനാശ് പീഡോ ഫയലോ? ഇരിക്കൂ. എന്റെ ഹോസ്പിറ്റലാണ് അവൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അവൻ എപ്പോഴെല്ലാം ഒരു ഇമ്പോർട്ടന്റ് ആണെന്ന് ഭയം വരുന്നുവോ അപ്പോഴെല്ലാം അവൻ ഏതെങ്കിലും ഒരു കുട്ടി ഉപദ്രവിക്കാൻ നോക്കും. അതുകൊണ്ട് നെയ്ബേഴ്സ് ആരും അവന്റെ അടുത്ത് പോകാറില്ല. അവന്റെ സൈക്കോളജിക്കൽ പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഈ സ്ട്രീറ്റിൽ ഞാനാണ് അവനെ സഹായിക്കാൻ തീരുമാനിച്ചത്. അതാ ഞാൻ ചെയ്ത തെറ്റ്. എന്നെ പറഞ്ഞാ മതി. നിങ്ങൾ ഇരിക്കൂ. 11th നൈറ്റ് അവനെ കണ്ടായിരുന്നോ? കണ്ടിരുന്നു. അവന്റെ ട്രീറ്റ്മെന്റിൽ ഇംപ്രൂവ്മെന്റ് ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ അവൻ പോയി. അന്ന് രാത്രിയാ നർമ്മദ മരിച്ചത്. ആ ദേഷ്യത്തിൽ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതിയതാ. അന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോ നിങ്ങൾ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇൻഫാക്ട് ഇതുപോലും മറച്ചു വെക്കണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? ഞാനത് കണ്ടില്ലല്ലോ സർ. അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാ? ആ ഡയറി കൂടി നിങ്ങളുടെ അടുത്തുനിന്ന് മറയ്ക്കാൻ വേണ്ടിയല്ല. അതിലവൻ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അതവനെതിരായി വരുമല്ലോ എന്ന് കരുതിയിട്ടാണ്. കൊല ചെയ്തതിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് എടുത്തിട്ട് വന്നേനെ. ഞാൻ അവനൊരു പേഷ്യന്റ് ആണെന്നാ കരുതിയത്. അവനാകട്ടെ ഒരു ക്രിമിനൽ. വീടിന്റെ താക്കോൽ? എടാ പ്രാന്ത, ഞാൻ നിന്റെ കൂടെ കിടന്നിരുന്നോ? ആദ്യം നീ വീട്ടിൽ നിന്ന് വെളിപ്പോ. നിങ്ങൾ ബഹളം വെക്കല്ലേ? എന്തിനാ കാറന്ന്? അവിനാശ്, നിങ്ങളുടെ ഇതൊരു പ്രശ്നമല്ല. ഈസി ആയിട്ട് ക്യൂർ ചെയ്യാം. എന്ത് ക്യൂർ ചെയ്യാന്ന്? അത് തന്നെ നിങ്ങളുടെ ഇമ്പോർട്ടൻസി. ആര്? ഇവള് പറഞ്ഞോ? അവളെവളെന്ന് പറഞ്ഞല്ലോ. മോന്ത അടിച്ച് പൊളിക്കുകയാണ്. മനസ്സിലാവില്ല.
എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അകത്ത് പോ. ഞാൻ ആണാണെന്ന് അറിയണോടാ? പുറത്തുള്ള നിന്റെ മോളല്ലേ? കണ്ടോ? സർ, വല്ലാതെ bleed ചെയ്യുന്നുണ്ട്. ദോ. ഏയ്, സാം. അവിനാശ്. ദോ. നിന്നോടാ പറഞ്ഞ് മിണ്ടരുത്. നീ എവിടേക്കാണ് ഈ ഓടുന്നത്? മിണ്ടരുത്. എവിടെയാ വിളിച്ചിരിക്കുന്നത്? ഓക്കേ, ലെറ്റ്സ് പ്ലേ.